ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത കോമണേഴ്സെ വിളിച്ചു തുടങ്ങി. അതെ, കോമണേഴ്സിനെ ബിഗ് ബോസ് വിളിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഓഡീഷന് വേണ്ടിയിട്ട്. നിങ്ങളെ വിളിച്ചോ? എപ്പ വിളിക്കും? നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ഒരു സൂപ്പർ ട്വിസ്റ്റ് നിങ്ങൾ അറിഞ്ഞോ? ഇത്തവണ 5 മാസമാണ് നമ്മുടെ ബിഗ് ബോസ്. 3 മാസമല്ല, 5 മാസം. ഈ 5 മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വെടിയും പുകയും എല്ലാം കത്തി തീരുമ്പം ഏതാണ്ട് ഒരു 6 മാസം ആവും. അപ്പൊ ഒരു 1/2 വർഷത്തെ ബിഗ് ബോസ് ആണ് ഇനി വരാനിരിക്കുന്നത്. അത് എന്താ 5 മാസത്തെ ബിഗ് ബോസ്? എന്താ 150 ദിവസത്തെ ബിഗ് ബോസ് ആണോ വരാൻ പോകുന്നത്? പറയാം മക്കളെ. മാത്രമല്ല, നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ അത് ജൂലൈയിലാണോ അതോ ഓഗസ്റ്റിലേക്ക് മാറ്റിയോ? ബിഗ് ബോസ് അഗ്നിപരീക്ഷ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ബിഗ് ബോസ് മെയിൻ സീസൺ, ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഗ്രാൻഡ് ലോഞ്ച് എപ്പോഴായിരിക്കും? എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകളും പുതിയ വിശേഷങ്ങളും പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുന്നു. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര് അവിടെ കമന്റ് ചെയ്യാനായിട്ട്. അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാനാണ്. ഇന്നോ നാളെയോ ഒക്കെ ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. കമന്റ് ചെയ്യാത്തവർ പോയി അതിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരാണ് വരാൻ ആഗ്രഹം എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാം. ആദ്യത്തെ കാര്യം, നമ്മുടെ കോമണേഴ്സ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്കും ഇപ്പോൾ മൈജി അഗ്നിപരീക്ഷ ഫാസ്റ്റ് എൻട്രിക്കും ഒക്കെ. അവരെ ഇന്നലെ മുതൽ ബിഗ് ബോസ് വിളിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. വിളിച്ച പലരും തന്നെ പല പല മെസ്സേജുകളിലൂടെ പറയുന്നുണ്ട്, ചേട്ടാ വിളിച്ചിട്ടുണ്ട്, അനിയ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്, കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. കുറേ പേരെയൊക്കെ ഇതിനോടകം തന്നെ വിളിച്ചു കഴിഞ്ഞു. ഇനിയും വിളിക്കുന്നുണ്ടാവാം. പിന്നെ വിളിക്കാത്ത, കോള് കിട്ടാത്തവരൊക്കെ ഞാൻ എന്താ പറയണ്ടേ, അർഹതപ്പെട്ടവർക്ക്, ഏറ്റവും അനുയോജ്യരായിട്ടുള്ളവർക്ക് കിട്ടട്ടെ, കോള് കിട്ടട്ടെ, നല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലോട്ട് വരട്ടെ എന്നേ പറയുന്നുള്ളൂ. അപ്പൊ കോളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഡീഷന് വേണ്ടിയിട്ടുള്ളത്. ഇനിയും ഒത്തിരി ഘട്ടമുണ്ട് മക്കളെ. കിട്ടാത്തവർ വിഷമിക്കണ്ട, എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. വിളിക്കുന്ന എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ, എത്രത്തോളം നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ഉണ്ടെന്ന് അറിയുന്നോ, അങ്ങനെയുള്ളവർക്കേ കിട്ടത്തുള്ളൂ. സോ നമുക്ക് ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി നല്ല കുറേ സെലക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇത്തവണത്തെ ബിഗ് ബോസ് 5 മാസമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇന്ന് തുടങ്ങിയെന്നിരിക്കട്ടെ, ഒരു മാസം എന്തായാലും അഗ്നിപരീക്ഷ കാണും. ഒരു മാസം എന്തായാലും അഗ്നിപരീക്ഷ കാണും. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. 1 മാസം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസത്തെ അഗ്നിപരീക്ഷ ആയിരിക്കത്തില്ല. ഗ്യാപ്പ്, അതായത് മൺഡേ ടു ഫ്രൈഡേയോ സാറ്റർഡേ സൺഡേയോ അങ്ങനെ ആയിരിക്കും ബിഗ് ബോസ് അഗ്നിപരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ ഏതാണ്ട് 1 മാസം എന്ന് പറയുന്ന 1-2 മാസം വരെ അല്ലെങ്കിൽ 1-1.5 മാസം വരെ എന്ത് ചെയ്യും, പോകാനുള്ള സാധ്യതയുണ്ട് ബിഗ് ബോസ് അഗ്നിപരീക്ഷ. അത് തീർന്ന് കുറച്ച് ഒരു ബിഗ് ഗ്യാപ്പ് എടുത്തിട്ട് എന്ത് വരത്തുള്ളൂ, ബിഗ് ബോസ് വരത്തുള്ളൂ. കുറച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 1-2 വീക്ക് മാക്സിമം, ചിലപ്പോൾ ആ ഗ്യാപ്പും ഉണ്ടാവത്തില്ല. അപ്പം അതും കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും ബിഗ് ബോസ് ഏതാണ്ട് നമുക്കറിയാം 100 ദിവസമുണ്ട്. അതായത് 3 മാസം 10 ദിവസമുണ്ട്. അതായത് 4 മാസം തന്നെ. അത് 4 മാസം, ഇത് 1 മാസം, എല്ലാം കൂടെ ചേർത്ത് 5 മാസത്തെ ബിഗ് ബോസ് ആണ്. ആ 5 മാസം കഴിഞ്ഞ് നമുക്കറിയാം ഇതിന്റെ വൈറൽ താരങ്ങളും മൊത്തം കോൺട്രവേഴ്സീസും എല്ലാം കൂടെ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും ബിഗ് ബോസ് തിളങ്ങി നിൽക്കും. ബിഗ് ബോസിന്റെ കോൺട്രവേഴ്സീസ് തിളങ്ങി നിൽക്കും. സോ ഇത്തവണ ബിഗ് ബോസ് അഗ്നിപരീക്ഷയും കൂടെ ഉള്ളത് കൊണ്ട് ബിഗ് ബോസിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങേണ്ടിയിരിക്കുന്നു, റിവ്യൂസ് തുടങ്ങേണ്ടിയിരിക്കുന്നു, അതിന്റെ വിശേഷങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ജൂലൈയിൽ തുടങ്ങും എന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാം ജൂൺ 24-ാം തീയതി വരെയും നമ്മുടെ മൈജി ബിഗ് ബോസ് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതൊരു പുതിയ ഷോ ആണ്. അപ്പൊ ഈ പുതിയ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം മൊത്തത്തിൽ കഴിഞ്ഞിട്ട് ഓഡീഷൻ ഒരറ്റത്തുനിന്നൊക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ കുറഞ്ഞത് ഒരു മാസമെങ്കിലും വേണ്ടേ ഈ 10-15 പേരെ സെലക്ട് ചെയ്യാനായിട്ട്. നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുന്ന തന്നെ ഒരു 3-4 മാസമൊക്കെ എടുത്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇത് മറ്റൊരു ഷോയാണ്, ബിഗ് ബോസ് അഗ്നിപരീക്ഷയാണ്. അപ്പൊ ബിഗ് ബോസിന്റെ പോലെ തന്നെ അതിന്റെ ഒരു മിനി വെർഷൻ സാധനമാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഈ സാധനത്തിലേക്ക് സെലക്ട് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 1 മാസമെങ്കിലും വേണ്ടേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജൂലൈയിൽ ചാൻസ് കുറവാണ്, ഭയങ്കര ചാൻസ് കുറവാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ തുടങ്ങാനായിട്ട്. അഥവാ തുടങ്ങുന്നെങ്കിലും ജൂലൈയിൽ, ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, ജൂലൈയിൽ അഥവാ തുടങ്ങുന്നുണ്ടെങ്കിൽ ജൂലൈ ലാസ്റ്റ് വീക്കോട് കൂടി ആയിരിക്കാം തുടങ്ങുന്നത്. ഇനി ഓഗസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ഓഗസ്റ്റ് 2nd വീക്ക് സംതിങ്
ഒരു ചാൻസ് ഉണ്ട് ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിൽ. ഇനി നമ്മുടെ തെലുഗുവിൽ ഇത് ഹോട്ട്സ്റ്റാറിലാണ് വന്നുകൊണ്ടിരുന്നത്. ടി വിയിൽ ഇതിന്റെ എപ്പിസോഡ് വന്നിട്ടേ ഇല്ല. ടി വിയിൽ പരസ്യം കാണിക്കും, ബി അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ് പരസ്യം കാണിക്കും, കാണൂ ഹോട്ട്സ്റ്റാറിൽ എന്ന് പറയും, അല്ലാതെ ടി വിയിൽ ഇത് വരത്തില്ല. ഇനി ഇത് കേരളമാണ്, മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ടതായിട്ടുണ്ട്. കാരണം കുടുംബ പ്രേക്ഷകരാണ് ബിഗ് ബോസിന് കൂടുതലും ഉള്ളത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ബിഗ് ബോസിന്റെ ഈ അഗ്നിപരീക്ഷ ടി വിയിലേക്ക് വരുമോ അതോ ഹോട്ട്സ്റ്റാറിൽ മാത്രമായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ടി വിയിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ടി വിയിൽ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി ഓഡിയൻസ് അതിനുണ്ടാവും, ഹോട്ട്സ്റ്റാറിലും എപ്പിസോഡുകൾ വന്നോട്ടെ അല്ലേ? അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഹോട്ട്സ്റ്റാറിൽ മാത്രമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മൊബൈലും അതുപോലെ ലാപ്പൊക്കെ യൂസ് ചെയ്യുന്നവർ മാത്രമേ ബി അഗ്നിപരീക്ഷ കാണത്തുള്ളൂ. അല്ലാത്തവർക്ക് ബിഗ് ബോസ് കാണാൻ പറ്റും, ബിഗ് ബോസ് അഗ്നിപരീക്ഷ കാണാൻ പറ്റത്തില്ല, ടി വിയിൽ വരൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ടി വിയിൽ വരട്ടെ. പിന്നെ സാറ്റർഡേയും സൺഡേ ആണ് നമ്മുടെ തെലുഗുവിൽ ഇത് നടത്തിയത്. ഇനി മലയാളത്തിൽ സാറ്റർഡേ സൺഡേ വെക്കുമോ അതോ മൺഡേ ടു ഫ്രൈഡേ വെക്കുമോ? തെലുഗുവിൽ 14 എപ്പിസോഡ് ആയിരുന്നു, അതായത് 7 വീക്ക് ഉണ്ടായിരുന്നു. ഇനി മലയാളത്തിൽ അങ്ങനെ വരുമ്പോൾ അവരിനി വീക്കായിട്ട് വെക്കുമോ, അല്ല വീക്ക് ഡേയ്സിൽ വെക്കുമോ, വീക്കെൻഡ്സിൽ വെക്കുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. മൺഡേ ടു ഫ്രൈഡേ വെക്കുമോ എടുത്ത്, അതൊരു സാറ്റർഡേ സൺഡേയും വെക്കുമോ? സാറ്റർഡേ സൺഡേ വെക്കണമെങ്കിൽ കുക്ക് വിത്ത് കോമഡിയൊക്കെ തീരണം, അല്ലാണ്ട് ഇനി ഒരെണ്ണം കൂടി ടി വിയിൽ വരത്തില്ലല്ലോ. അപ്പൊ പിന്നെ അത് കൺഫ്യൂഷനാണ്. അപ്പൊ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ കേസ് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ബിഗ് ബോസിന്റെ മെയിൻ സീസണിന്റെ കാര്യത്തിലും ഡേറ്റുകളുടെ കാര്യത്തിലും ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറയാത്തത്. ബിഗ് ബോസ് ചിലപ്പം അങ്ങനെയാണെങ്കിൽ, അതായത് ജൂലൈ ലാസ്റ്റോട് കൂടിയാണ് അഗ്നിപരീക്ഷ തുടങ്ങുന്നതെങ്കിൽ അഗ്നിപരീക്ഷ തീർന്നിട്ടല്ലേ ബിഗ് ബോസ് തുടങ്ങത്തുള്ളൂ. ഉറപ്പായിട്ടും ബിഗ് ബോസ് ഓഗസ്റ്റിൽ പോലും തുടങ്ങൂല, സെപ്റ്റംബറിലോട്ട് തള്ളി നീക്കാനുള്ള ചാൻസസ് ഉണ്ട്. സത്യം, സെപ്റ്റംബറിലോട്ട് തള്ളി നീക്കാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഇപ്പം അറിയാൻ പറ്റുന്ന നമ്മുടെ ഓഡീഷൻ ഘട്ടങ്ങൾ നടക്കുന്നതനുസരിച്ച് ഇപ്പൊ അവരുടെ ഓഡീഷൻസ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ, ഇൻഫ്ലുവൻസേഴ്സിന്റെ ഓഡീഷനൊക്കെ നിർത്തി വെച്ചിട്ട് എല്ലാവരും അഗ്നിപരീക്ഷയിൽ എന്താ പറയാ കണ്ണും നട്ട് അതിന്റെ പരിപാടികളിലോട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോ അഗ്നിപരീക്ഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടേ മെയിൻ സീസൺ ഓഡീഷനിലോട്ട് പോകത്തുള്ളൂ അല്ലേ? അപ്പൊ വീണ്ടും മെയിൻ സീസണിന്റെ പരിപാടി എന്ത് ചെയ്യാണ്, അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് സെപ്റ്റംബറിലോട്ട് തള്ളിപ്പോവാനുള്ള സാധ്യതകളും ഉണ്ട്. നോക്കാം. എന്തായാലും ഗ്രാൻഡ് ലോഞ്ചിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പറയാറായിട്ടില്ലല്ലോ. നമുക്ക് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും ഓഡിഷൻ ലിസ്റ്റുകളും ബാക്കി അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ വന്ന കാര്യം. നമ്മുടെ കോമൺ ആസിന്റെ ഓഡിഷൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ്, നിങ്ങൾക്ക് ബിഗ് ബോസിൽ വരണം എന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ഒരാളുടെ പേര് ആ കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്യുക. ഈ വീഡിയോയുടെ അല്ല, കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ പോസ്റ്റിന്റെ താഴെ കമന്റ് ചെയ്യുക. ഇന്നോ നാളെയോ ഞാനതൊരു വീഡിയോ ആയിട്ട് വരും. കാരണം അത് നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റാണ്, പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റാണ്. അത് ബിഗ് ബോസിലേക്ക് എത്തുന്നതോടെ അതിൽ നിന്ന് ഒരാളെങ്കിലും വിളിച്ചാൽ, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒപ്പീനിയൻസിൽ നിന്നും ഒരാളെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമില്ലേ? സോ വെറുതെ ഇരിക്കുമല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹമുള്ള ഒരു പേര് ആ കമന്റിൽ പോയി കൊടുക്കുക, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.